ഹലോ മക്കളെ, നമ്മുടെ LSS USS എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് GK ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നൽകാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൽ 51 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 51. കേരളത്തിൽ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് പുതിയ ഇനം തുമ്പിയെ കണ്ടെത്തിയത്? ആൻസർ ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്ന്. തുമ്പിക്ക് പേര് നൽകിയിരിക്കുന്നത് ലിറിയോതൊമിസ് അബ്രഹാമി എന്നാണ്. മരപ്പൊത്തിലാണ് ഇവ മുട്ടയിടുന്നത്. 52. രാജ്യത്തിൻ്റെ കായിക ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുന്നതിനും സ്പോർട്സിലൂടെ പൗരന്മാരെ ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമുള്ള പുതിയ ദേശീയ കായിക നയമേത്? ആൻസർ ഖേലോ ഭാരത് നീതി 2025. ഖേലോ ഭാരത് നീതിക്ക് 5 ലക്ഷ്യങ്ങളാണുള്ളത്. 1. കായിക രംഗത്ത് രാജ്യാന്തര നേട്ടങ്ങൾ കൈവരിക്കുക. 2. കോർപ്പറേറ്റുകളുടെ സഹകരണത്തോടെ രാജ്യത്തെ കായിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക. 3. താഴെത്തട്ടിലുള്ള പദ്ധതികളിലൂടെ കായിക മേഖലയെ ജനകീയമാക്കുക. 4. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. 5. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കായിക മേഖലയെ ഉൾപ്പെടുത്തുക. കൃത്രിമമഴയുടെ സഹായത്താൽ 20 വർഷത്തിനു ശേഷം പൂർണ്ണമായി നിറക്കാൻ ഒരുങ്ങുന്ന റാംഗഡ് ഡാം എവിടെയാണ്? ആൻസർ ജയ്പൂർ, രാജസ്ഥാൻ. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്രിമമഴ പെയ്യിക്കാൻ ഒരുങ്ങുന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ചരിത്രപ്രസിദ്ധമായ രാംഗഡ് അണക്കെട്ടിന് സമീപമാണ് കൃത്രിമമഴ പെയ്യിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2025 ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ആൻസർ 77. 59 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് സാധിക്കും. സിംഗപ്പൂരിനാണ് ഏറ്റവും ശക്തമായ പാസ്പോർട്ട്. 193 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനമാണ് ഇതിനുള്ളത്. 55. NCCയുടെ പൂർണ്ണരൂപം? ആൻസർ നാഷണൽ കേഡറ്റ് കോർപ്സ്. നാഷണൽ കേഡറ്റ് കോർപ്സ് എന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു സഹായ വിഭാഗമാണ്. ഇത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ്. 56. NCCയുടെ ആദർശവാക്യം എന്താണ്? യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ, ഒത്തൊരുമയും അച്ചടക്കവും. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിദ്യാർത്ഥികളിൽ അച്ചടക്കം വളർത്തുക, വിദ്യാർത്ഥികളിൽ ഒത്തൊരുമയും സഹകരണവും വളർത്തുക, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ദേശഭക്തരായ പൗരന്മാരെ വളർത്തിയെടുക്കുക. 27. കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ഏത് ജില്ലയിലാണ്? ആൻസർ തിരുവനന്തപുരം. ഇലക്ട്രോണിക് വിവരസാങ്കേതിക വിദ്യാ രംഗത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക പാർക്കാണിത്. 1994 ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ സെൻറ്റർ ഏത് ജില്ലയിലാണ്? ആൻസർ മലപ്പുറം. കേരള സർക്കാർ രൂപം നൽകിയ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ പദ്ധതി. വിവരസാങ്കേതിക വിദ്യ ജനകീയമാക്കുകയും സർക്കാർ സംവിധാനങ്ങൾ ഓൺലൈനായി ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ ഇത് നടപ്പിലാക്കിയത്. ഈ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല ഈ പദ്ധതിയിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയായി മാറി. 59. QR കോഡിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ക്വിക്ക് റെസ്പോൺസ് കോഡ്. QR കോഡിൻ്റെ മറ്റൊരു പേരാണ് ദ്രുത പ്രതികരണ ചിഹ്നകം. വെളുത്ത പ്രതലത്തിൽ കറുത്ത നിറത്തിലുള്ള ചതുരങ്ങൾ പ്രത്യേകമായ രീതിയിൽ ക്രമീകരിച്ചതുപോലെയാണ് QR കോഡുകൾ. 60. വിക്കിപീഡിയ സ്ഥാപിതമായ വർഷമേത്? 2001 ജനുവരി 15. എല്ലാ ഭാഷകളിലും സ്വതന്ത്രവും സമ്പൂർണവുമായ വിജ്ഞാനകോശം നിർമ്മിക്കുവാനുള്ള ഒരു കൂട്ടായ സംരംഭമാണ് വിക്കിപീഡിയ. 21. ആധാർ കാർഡിലെ ആധാർ നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട്? ആൻസർ 12. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നൽകി വരുന്ന 12 അക്കമുള്ള വിവിധോദ്ദേശ ഏകീകൃത തിരിച്ചറിയൽ നമ്പറാണ് ആധാർ അല്ലെങ്കിൽ UID. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI എന്ന ഏജൻസിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വ്യക്തികളുടെ തിരിച്ചറിയൽ വിവരങ്ങൾക്ക് പുറമെ വിരലടയാളം, കണ്ണിൻ്റെ ഐറിസ് വിവരം എന്നീ ബയോമെട്രിക് വിവരങ്ങളും ഈ പദ്ധതിയിൽ ശേഖരിക്കുന്നു. 62. WW കണ്ടുപിടിച്ചതാര്? ആൻസർ സർ ടോം ബേണേഴ്സ്-ലീ. സർവ്വലോകജാലി അഥവാ വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ്
സർ തിമോത്തി ജോൺ ടീം ബേർണസ്ലി ഏറ്റവും അധികം അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് 1955 ജൂൺ 8. ഇത് കൂടാതെ നെക്സ്റ്റ് സ്റ്റെപ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രൗസറിനും URL, HTTP എന്നീ സങ്കേതങ്ങൾക്കും രൂപം നൽകി. 63. ഗൂഗിൾ കമ്പനിയുടെ സ്ഥാപകർ ആരാണ്? ലാറി പേജ്, സെർജി ബ്രിൻ. 64. ത്രികോണമിതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഹിപ്പാക്കർസ്. ത്രികോണങ്ങളിലെ കോണുകളുടെയും വശങ്ങളുടെയും ഗണിതശാസ്ത്ര വിഭാഗമാണ് ത്രികോണമിതി. ഭാരതത്തിൻ്റെ പ്രസിദ്ധ സംഖ്യാശാസ്ത്രജ്ഞൻ ആര്? ആൻസർ DR കാപ്രേക്കർ. അദ്ദേഹം ജനിച്ചത് 1905 ജനുവരി 17. അനന്തങ്ങളുടെ എണ്ണം അനന്തമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ജോർജ് കാൻഡർ. പ്രധാനപ്പെട്ട വിവരണങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, അല്ലാത്ത മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. 67. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏത്? ആൻസർ കാസർഗോഡ്. 1984 മെയ് 24 ഇത് രൂപീകൃതമായത്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. ഇത് രൂപീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഭൂരിഭാഗവും കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. ആസ്ഥാനം കാസർഗോഡ്. 4 താലൂക്കുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കർണാടക, തെക്ക് കണ്ണൂർ എന്നിവയാണ് കാസർഗോഡിൻ്റെ അതിർത്തികൾ. മലയാളത്തിന് പുറമെ തുളു, കന്നഡ, പ്യാരി, മറാഠി, കൊങ്കണി, ഉറുദു എന്നീ ഭാഷകൾ സംസാരിക്കുന്ന സാന്നിധ്യം ഈ ജില്ലയിലുണ്ട്. 68. ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ എന്നിവ കടന്നു പോകുന്ന ഏക വൻകര ഏത്? ആൻസർ ആഫ്രിക്ക. 69. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ആൻസർ അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ ഡോങ് എന്ന ഗ്രാമത്തിലാണ് ഇന്ത്യയിൽ എല്ലാ ദിവസവും ആദ്യം പുലർക്കാല സൂര്യനെ കാണുന്നത്. 70. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലെ ഭാഗമായ വിഴിഞ്ഞത്ത് അറബിക്കടലിൽ നിർമ്മിച്ച തുറമുഖമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖം. 71. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മരുഭൂമി ഏത്? ആൻസർ സഹാറ മരുഭൂമി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഉത്തരഭാഗത്ത് യൂറോപ്പിനോളം വലുപ്പത്തിൽ 90 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. കിഴക്ക് ചെങ്കടൽ, മെഡിറ്ററേനിയൻ തീരങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഇത് സ്ഥിതി ചെയ്യുന്നു. 72. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ആൻസർ പ്രതിഭ പാട്ടേൽ. കാലയളവ് 2007 മുതൽ 2012 വരെ ആയിരുന്നു. ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടേൽ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് പ്രതിഭ ദേവ് സിംഗ് പാട്ടേൽ എന്നറിയപ്പെടുന്ന പ്രതിഭ പാട്ടേൽ ജനിച്ചത് 1935 ഡിസംബർ 19. 73. ഭൂപടങ്ങളുടെ കൂട്ടം അടങ്ങിയിരിക്കുന്ന പുസ്തകം അറിയപ്പെടുന്ന പേര്? ആൻസർ അറ്റ്ലസ്. ഈ വിവരണം വായിക്കാം. ഭൂപടങ്ങളുടെയും ചാർട്ടുകളുടെയും സമാഹാരമാണ് അറ്റ്ലസ്. മാനചിത്രാവലി എന്നും ഇതറിയപ്പെടുന്നു. 74. അറ്റ്ലസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആൻസർ ജെറാർഡസ് മെർക്കേറ്റർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ആൻസർ യാങ്സി നദി. ഇത് ചൈനയിലാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? ആൻസർ ഡെൻമാർക്ക്. ഡാനിഷ് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ നടത്തിയ പ്രസംഗത്തിലൂടെയാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. 77. അന്താരാഷ്ട്ര സമുദ്ര ദിനം ആചരിക്കുന്നത് എന്ന്? ജൂൺ 8. 78. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശരാശരി അളവ് എത്ര? ആൻസർ 0.03. പാചകവാതകത്തിൻ്റെ പ്രധാന ഘടകമേത്? ആൻസർ ബ്യൂട്ടേൺ. കാർബൺ ആറ്റങ്ങളുള്ളതും ശാഖകളില്ലാത്തതുമായ ആൽക്കൈനാണ് ബ്യൂട്ടെയിൻ. ഇതിൻ്റെ തന്മാത്രാ സൂത്രം C4H10 എന്നതാണ്.
BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ആൻസർ ക്ഷയം. ക്ഷയരോഗത്തിനെതിരെ പ്രാഥമികമായി ഉപയോഗിക്കുന്ന ഒരു വാക്സിനാണ് BCG വാക്സിൻ. മൂത്രാശയ ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായി BCG കുത്തിവയ്പ് നടത്താറുണ്ട്. 81. കരളിനെ കുറിച്ചുള്ള പഠനം. ആൻസർ ഹെപ്പറ്റോളജി. കരൾ, പിത്തസഞ്ചി, പിലിയറി ട്രീ, പാൻക്രിയാസ് എന്നിവയുടെ പഠനവും അവയുടെ തകരാറുകളും കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജിയിൽ വിദഗ്ധരായ ഡോക്ടർമാരെ ഹെപ്പറ്റോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ആസിഡ് മയക്ക് കാരണമായ പ്രധാന വാതകം ഏത്? ആൻസർ സൾഫർ ഡയോക്സൈഡ്. ഒരു സൾഫർ അണുവും 2 ഓക്സിജൻ അണുക്കളും അടങ്ങുന്ന തന്മാത്രയുള്ള ഒരു വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. ഇതിൻ്റെ രാസനാമം SO2 എന്നാണ്. രൂക്ഷമായി തുളച്ചു കയറുന്ന മണമുള്ളൊരു വാതകമാണിത്. അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പലതരം വ്യവസായങ്ങളിൽ നിന്നും ഈ വാതകം പുറത്തുവിടാറുണ്ട്. ഇത് പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ്, രാമാനുജൻ സംഖ്യ എത്ര? 1729. 1729 എന്ന് 2 വ്യത്യസ്ത പോസിറ്റീവ് ക്യൂബുകളുടെ തുകയായി 2 വ്യത്യസ്ത വഴികളിലൂടെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. എങ്ങനെ എഴുതാം? 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്. 1 പ്ലസ് 1728 സമം 1729. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ്. 9 ക്യൂബ് എന്നാൽ 729 പ്ലസ് 1000. ആൻസർ 1729. ഇങ്ങനെയാണ് 2 വ്യത്യസ്ത രീതികൾ കേട്ടോ. 84. മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തു ഏതാണ്? ആൻസർ കുർക്കുമിൻ. 85. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്ത്? ആൻസർ ഓർണിത്തോളജി. 86. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഭാരതരത്നം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുജന സേവനം, കായികം എന്നീ തുറകളിലെ സ്തുത്യാർഹമായ സേവനം നിർവഹിച്ചവർക്കാണ് ഈ ബഹുമതി നൽകുന്നത്. ആലിലയുടെ ആകൃതിയിലാണ് ഈ പുരസ്കാരമുള്ളത്. 1955 ആദ്യം നൽകിയത്. S. രാധാകൃഷ്ണൻ, CV രാമൻ, C. രാജഗോപാലാചാരി എന്നിവർക്കാണ് ആദ്യമായി ഭാരതരത്നം നൽകിയത്. 87. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ്? ആൻസർ ദ ആൻഡീസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയാണ് ആൻഡീസ്. ഇത് തെക്കേ അമേരിക്കയിലെ പടിഞ്ഞാറൻ തീരത്തായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത. ആൻസർ അരുന്ധതി റോയ്. 89. ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആൻസർ ഡോക്ടർ BC റോയ്. 90. ലോകത്തിലെ മൊത്തം സമുദ്രങ്ങളുടെ എണ്ണം എത്ര? ആൻസർ 5. 1. പസഫിക് സമുദ്രം. ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണിത്. 2. അറ്റ്ലാന്റിക് മഹാസമുദ്രം. ഏറ്റവും കൂടുതൽ നദികൾ ചേരുന്നതും 5 എന്ന ആകൃതിയിലുള്ളതുമായ സമുദ്രമാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രം. 3. ഇന്ത്യൻ മഹാസമുദ്രം. വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ളതും ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതുമാണ് ഇന്ത്യൻ മഹാസമുദ്രം. 4. അന്റാർട്ടിക് മഹാസമുദ്രം. അന്റാർട്ടിക്കയെ ചുറ്റിയുള്ള സമുദ്രം. 5. ആർട്ടിക് മഹാസമുദ്രം. ഏറ്റവും ചെറുതും ഏറ്റവും വടക്കുള്ളതുമായ സമുദ്രമാണിത്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് മഹാസമുദ്രം. 91. ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ JK റൗളിംഗ്. ഹാരി പോട്ടർ എന്ന മാന്ത്രിക കഥയുടെ സ്രഷ്ടാവാണ് KJ റൗളിംഗ് അഥവാ ജോവാൻ റൗളിംഗ്. 92. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹം ജനിച്ചത് 1921 നവംബർ 26-നാണ്. മരിച്ചത് 2012. 3 ഹൃദയമുള്ള ജീവി ഏത്? ആൻസർ നീരാളി. വിവരണങ്ങൾ മുഴുവനായിട്ട് വായിക്കണില്ല, അത് മക്കളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ.
94 എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാര്? 95 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് എവിടെ? ആൻസർ ഗ്ലാസ്കോ, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ. 96 രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം നിലവിൽ വന്നത് എവിടെ? ആൻസർ കന്യാകുമാരി, തമിഴ്നാട്ടിലാണ്. ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിൻ്റെ പേരെന്ത്? ആൻസർ കവച്. ട്രെയിനുകൾക്ക് സുരക്ഷിതമായ അകലം ഉറപ്പാക്കുക. ചുവപ്പ് സിഗ്നലുകൾ അടുക്കുമ്പോൾ ലോഗോ പൈലറ്റിനെ അറിയിക്കുകയും ആവശ്യമെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. കരസേനാ ദിനം എന്ന്? ജനുവരി 15. തിരഞ്ഞെടുപ്പുകളും വോട്ടിംഗ് രീതികളും ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖ? സെഫോളജി. 100 നാവികസേനാ ദിനം എന്ന്? ഡിസംബർ 4. ഓക്കെ മക്കളെ, തുടർന്നുള്ള ചോദ്യങ്ങൾ ഉടനെ നൽകാം കേട്ടോ.